ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ആർക്കും കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് എളുപ്പമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഒരു ബണ്ണി ഹെയർ ക്ലിപ്പാണ്. നമുക്കിതിൻ്റെ ഫ്രെയിം ഇതുപോലെ പലതരത്തിലുള്ളത് ഹാർട്ടിൻ്റെ ഷേപ്പിലുണ്ട്, പല പല ഷേപ്പിലുള്ളത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ കട്ട് ബീഡ്സ്, പിന്നെ അക്രാലിക് ഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ കുഞ്ഞു സ്റ്റോണും ക്ലിപ്പ് സ്റ്റോണും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രെയിം എടുക്കുക, വളരെ സിമ്പിളാണ്. അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക. B7000 ഗ്ലൂ ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. B8000 ഉണ്ട്, അതും നമുക്ക് അപ്ലൈ ചെയ്യാം. അക്രാലിക് ഫ്ലവർ ഇത് പല 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 കളറിലുണ്ട്. ഇവിടെ നമുക്ക് കട്ട് ബീഡ്സും ക്ലിപ്പ് സ്റ്റോണും ആണ് സെൻറ്ററിൽ കൊടുക്കാൻ പറ്റുന്നത്, അത് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഞാൻ അക്രാലിക് ഫ്ലവർ കൊടുത്തു. അതിങ്ങനെ എന്താ പറയുക, ഒരു ഓർഡറിൽ തന്നെ നമ്മളത് അറേഞ്ച് ചെയ്യുമ്പോൾ ഒരേ ഓർഡറിലിരിക്കാനുള്ള ഒരു മാറിപ്പോവാതെയൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ ഫ്ലവേഴ്സ് എടുത്ത് വെക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഗ്ലൂ ഉണ്ടെങ്കിൽ ആ ഫ്ലവർ പിടിക്കുമ്പോൾ വീണ്ടും നമ്മുടെ കയ്യിലേക്ക് ഇളകി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിനൊന്ന് ജസ്റ്റ് നമ്മൾ ആ ഒരു സർക്കിൾ ഷേപ്പൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് സെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഗ്ലൂവിൽ നന്നായിട്ട് ഫിക്സ് ആയിരിക്കും. ഈ സ്റ്റോണാണ് ഞാൻ സെൻറ്ററിൽ വെക്കുന്ന, ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെക്കുന്നത്. അടുത്ത് ഞാൻ കട്ട് ബീഡ്സും ക്ലിപ്പ് സ്റ്റോണുമാണ് ബണ്ണിയുടെ ഇയറിലേക്ക് കൊടുക്കുന്നത്. ക്ലിപ്പ് സ്റ്റോണും കട്ട് ബീഡ്സും. ഇത് കളർ ക്ലിപ്പ് സ്റ്റോണുണ്ട്. കളർ ക്ലിപ്പ് സ്റ്റോണും കൊടുത്തിട്ട് നമ്മുടെ അക്രാലിക് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ കളർ ക്ലിപ്പ് സ്റ്റോണും കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കളറ്, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് തന്നെ എല്ലാം ചെയ്തത്. അപ്പോൾ ക്ലിപ്പ് സ്റ്റോൺ ഞാൻ സിൽവർ കളർ കൊടുത്തു. വൈറ്റും സിൽവറുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഗോൾഡ് ഉണ്ടെങ്കിൽ ഗോൾഡും കൊടുക്കാം. നമ്മളുടെ ഒരു ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കളർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കൊടുത്തുനിന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടിടത്തും ഓരോ സൈഡിലും സെയിം ടൈം തന്നെ ചെയ്തു പോകുക. അപ്പോൾ നമുക്ക് ആ ഒരു ഓർഡർ അറേഞ്ച് ചെയ്യുന്നത് കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ സെൻറ്റർ വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഒരു ബീഡ് മാത്രം കൊടുത്താൽ മതിയാവും. ഇതുപോലെ രണ്ട് സൈഡും വന്നു. ഇനി സെൻറ്റർ വരുമ്പോൾ ഇതുപോലെ ഒരു ബീഡ്, അല്ലെങ്കിൽ ഒരു സൈഡിൽ കൂടുതൽ നിൽക്കും, അടുത്ത സൈഡിൽ കുറവ് നിൽക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി രണ്ട് സൈഡിൽ ഒരേപോലെ ഒരു സമയം ചെയ്തു പോകുന്നത് വളരെ എളുപ്പമാണ്. നമ്മൾ എന്നിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ബഡ്സ് വെച്ചിട്ടോ നമ്മൾ ഈ ഇങ്ങനെ ഒരു നീഡിൽ വെച്ചിട്ടോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത്, നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഗ്ലൂ ഉണ്ടെങ്കിലൊന്നും അത് ഇങ്ങനെ ഇളകി വരും. പിന്നെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ നമുക്ക് കൈ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ കൂടുതലും ചെയ്യുന്നത് നമ്മുടെ ഈ ഗ്ലൂവിൻ്റെ ആ നീഡിൽ വെച്ചിട്ടാണ്. അങ്ങനെ ചെയ്യാൻ എളുപ്പമാണ്. ഇനി ഞാൻ ആ ഗ്ലൂ തന്നെയാണ് നമ്മുടെ അക്രാലിക് ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ കൊടുക്കുന്നു. സെൻറ്റർ കൊടുത്ത് ആ കുഞ്ഞു സ്റ്റോൺസ് അതിലേക്ക് വയ്ക്കുന്നു. വളരെ എളുപ്പമാണ്. കുഞ്ഞു സ്റ്റോൺ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ കൈ കൊണ്ടൊക്കെ എടുത്ത് വയ്ക്കാനേ. അപ്പോൾ ഒരു ബഡ്സിൽ കുറച്ച് ഗ്ലൂ വെച്ചിട്ട് അതിലങ്ങ് എടുത്ത് വയ്ക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ഈ നമ്മുടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നില്ലേ B7000 ഗ്ലൂ ആണ്, അതിൻ്റെ ലിഡ് വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഒന്ന് ജസ്റ്റ് ഗ്ലൂവിൽ ടച്ച് ചെയ്യുക, എന്നിട്ട് നമ്മളെ ഹാൻഡിലൊന്ന് അതിനെ മായ്ച്ച് കളയുക. എന്നിട്ട് പ്രസ് ചെയ്യുക, എടുത്ത് വയ്ക്കുക. കാരണം കൂടുതൽ ഗ്ലൂ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പാടാണ്. അതിനാണ് ആ കയ്യിൽ നമ്മളത് റബ്ബ് ചെയ്ത് കളയുന്നത്. എന്നിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടിരിക്കും കേട്ടോ. 1-2 പ്രാവശ്യം ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പതിയെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ആ ഗ്ലൂ വെച്ചിട്ട് ഞാൻ ഫ്ലവർ മൊത്തം ആ സ്റ്റോൺ കൊടുത്തു. ഇത് കളർ സ്റ്റോൺ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ മനോഹരമായിരിക്കും കേട്ടോ. വൈറ്റിൽ കളർ ലൈറ്റ് പിങ്ക് ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ എൻ്റെ കയ്യിൽ സെയിം കളർ എല്ലാം ഇല്ലായിരുന്നു കേട്ടോ. കണ്ടില്ലേ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും വെക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.